ഇന്ത്യയിലേക്ക് 6ാം തലമുറ യുദ്ധവിമാനം വരാൻ പോവുകയാണോ? പക്ഷെ അതെങ്ങനെ ശരിയാകും? ഇതിനകം നമ്മുടെ പക്കൽ AMCA പ്രോജക്റ്റിൽ 6th ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് റൺ ആണ്. അതും ഇപ്പോൾ ഡിസൈനിങ് ഫേസിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇന്ത്യക്ക് 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ലഭിക്കുക? അല്ലെങ്കിൽ അതിനുള്ളൊരു ഓഫർ എങ്ങനെ ലഭിക്കും? ഇനിയിപ്പോ റഷ്യ എന്തെങ്കിലും ഓഫർ നൽകിയോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. എന്നാൽ ഇവിടെ ഇന്ത്യക്ക് ഈ ഓഫർ നൽകിയത് റഷ്യയോ അമേരിക്കയോ അല്ല, ജപ്പാൻ. ഇന്ത്യക്ക് ഒരു വലിയ ഓഫർ അവർ നൽകിയിട്ടുണ്ട്. GCAP എന്ന ഒരു ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം, അതായത് UK, ഇറ്റലി, ജർമ്മനി ഇവരുടെ കൊളാബറേഷനിൽ നിർമ്മിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൽ ഇന്ത്യയും ചേരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഒരു പ്രോജക്റ്റ് എന്താണ്? ഇതിൽ ഇന്ത്യ ചേരുകയാണെങ്കിൽ ഇന്ത്യക്കുള്ള ദോഷങ്ങൾ എന്തെല്ലാം, ഇന്ത്യക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ദോഷം എന്ന് പറയുമ്പോൾ തന്നെ ഇതിലുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇവയെല്ലാം പൂർണ്ണമായും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. GCAP ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം. ഇതിൽ പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളുണ്ട്: ഇറ്റലി, UK, ജപ്പാൻ, അടുത്തത് ജർമ്മനി. എന്നാൽ 2022 ആരംഭിച്ച ഈ ഒരു പദ്ധതിയിൽ നിന്ന് ജർമ്മനി പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. അതിന്റെ കാരണം ഈ പ്രോജക്റ്റിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു താല്പര്യം കാലക്രമേണ കുറയാൻ തുടങ്ങി. ഇതിനവർ നിരവധി കാരണങ്ങളും പറഞ്ഞു. ഇതൊരു മൾട്ടി നേഷൻസിന്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിലുള്ള ഒരു ഷെയർ കുറയുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ടെക്നോളജി ഞങ്ങൾക്ക് പൂർണ്ണമായും ഈ വിമാനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു കാരണം പറഞ്ഞ് ജർമ്മനി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ പ്രോജക്റ്റിൽ നിന്നും പുറത്തേക്ക് പോയി ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി. ഈ പ്രോജക്റ്റിൽ നിന്നും പുറത്തേക്ക് പോയി ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി ഈ 3 രാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കുന്ന ഫ്യൂച്ചർ കോമ്പാക്ട് ഏരിയൽ സിസ്റ്റം FCS പ്രോഗ്രാമിൽ അവരുടെ ഈ ഒരു കോൺസെൻട്രേഷൻ അധികമാക്കുന്നു. ജർമ്മനി പോയതിനു ശേഷം ബാക്കിയുള്ള 3 രാജ്യങ്ങൾ ജപ്പാൻ, ഇറ്റലി, UK ഈ 3 രാജ്യങ്ങളും ചേർന്നാണ് ഈ GCAP പ്രോഗ്രാം ഇപ്പോഴും റൺ ചെയ്യുന്നത്. ഇതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഇപ്പോഴത്തേക്ക് 48.5 ബില്യൺ ആണ്. ഇതിനുവേണ്ടി ഫണ്ട് ചെയ്യുകയും ഏകദേശം ഡിസൈനിങ് ഫേസ് ഒക്കെ കഴിയേണ്ട ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ലക്ഷ്യം, ഈ 3 രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് 2038 തന്നെ ഈ രാജ്യങ്ങളുടെ സൈന്യത്തിൽ ഒരു സ്ക്വാഡ്രൺ വിമാനങ്ങളെങ്കിലും ചേർക്കണം. അതും ആ വിമാനം A to Z കംപ്ലീറ്റ് ആക്കി ചേർക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ GCAP പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഈ 3 രാജ്യങ്ങളുണ്ടല്ലോ, ഇറ്റലി, UK, ജപ്പാൻ, ഈ 3 രാജ്യങ്ങൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കാരണം ഈ 3 രാജ്യങ്ങളിലുള്ള UK യൂറോഫൈറ്റർ ടൈഫൂൺ യൂസ് ചെയ്യുന്നുണ്ട്, ഇറ്റലിയും യൂറോഫൈറ്റർ ടൈഫൂൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജപ്പാനിലുള്ള മിറ്റ്സുബിഷി F2 എയർക്രാഫ്റ്റും വളരെ പഴയ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഈ ഏത് രാജ്യങ്ങളുടെ പക്കലും അടുത്ത ജനറേഷന്റെ പ്രോജക്റ്റ് ഇല്ല. മറ്റ് രാജ്യങ്ങളെല്ലാം F-35 പ്രോഗ്രാമിൽ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും F-35 എന്നത് അത്ര റിലയബിൾ ആയ ഒരു ഓപ്ഷൻ അല്ല. അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ അധികമാണ്. ആ വിമാനം വാങ്ങുന്ന കോസ്റ്റിനേക്കാളും അത് വളരെ അധികമാണ്. അതിന് സർവീസ് കോസ്റ്റും ഓപ്പറേഷണൽ കോസ്റ്റും ഉണ്ട്. കൂടാതെ F-35 നൽകുന്ന അമേരിക്ക ഒരു റിലയബിൾ പാർട്ട്ണർ അല്ല. കാരണം പെട്ടെന്ന് തന്നെ അവർ അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന സ്പെയർ പാർട്സ് ഒക്കെ അമേരിക്കയുടെ പക്കൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്കുള്ള ഒരേയൊരു ഓപ്ഷൻ അവരുടെ രാജ്യത്ത് നിർമ്മിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും അവിടെയും ഒരുപാട് പ്രശ്നമുണ്ട്. പൊതുവെ ഒരു വിമാനം ഒരു രാജ്യം രൂപകൽപ്പന ചെയ്ത് അത് പേപ്പറിൽ നിന്നും പ്രോജക്റ്റ് ആക്കി മാറ്റി പ്രോജക്റ്റിൽ നിന്നും അതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നം വരും. ഒരു ഡിസൈൻ പേപ്പറിൽ നിന്ന് പ്രോജക്റ്റിലേക്ക് മാറുന്നതിന് മുൻപ് തന്നെ അതിന് ഏകദേശം ഒരു 15% എങ്കിലും ഫണ്ടിങ് മാറ്റിവെച്ചേ മതിയാകും. ഇപ്പോൾ ഈ UK ഉള്ള സാഹചര്യത്തിൽ അവരെ കൊണ്ട് ഈ ഫണ്ടിങ് പൂർണ്ണമായും നൽകാൻ സാധിക്കില്ല. അതുപോലെ ജപ്പാന്റെ പക്കലും നിരവധി പദ്ധതികളുണ്ട്. കൂടാതെ അവർക്ക് ഇതിൽ അധികം പരിചയവുമില്ല. ഇൻഡിവിജ്വലായി ഈ സ്റ്റെൽത്ത് ടെക്നോളജി നിർമ്മിക്കുന്നതിലും ഇൻഡിവിജ്വലായി 5th ജനറേഷന്റെ ആ എഞ്ചിൻ വർക്ക്സ് ചെയ്യുന്നതിലും ഇവർക്ക് അതുല്യമായ ഒരു അനുഭവം ഇല്ല. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഈ എല്ലാവർക്കുമുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഈ ഒരു പ്രോജക്റ്റിൽ നൽകണമെന്നുള്ളതിന് വേണ്ടി ഈ 3 പേരും ചേർന്ന് പ്രോജക്റ്റ് റൺ ചെയ്യുന്നുണ്ട്. 2022 ആരംഭിച്ച ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോഴും പേപ്പറിൽ നിന്ന് അടുത്ത ഘട്ട ഡിസൈനിങ്ങിലേക്ക് പോയിട്ടില്ല. ഇതിന്റെ മോക്കപ്സ് മാത്രം ചില സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഈ 3 രാജ്യങ്ങൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർക്കുള്ളിൽ ഈ ടെക്നോളജി ഷെയറിംഗ് ഉണ്ടെങ്കിലും ഇവർക്കുള്ളിൽ ചില ഈഗോ ക്ലാഷസും ഉണ്ട്. ഇപ്പോൾ പ്രായോഗികമായി നോക്കിയാൽ ഇതിന്റെ എയർ ഫ്രെയിം നിർമ്മിക്കുന്നത് മുതൽ ഇതിന്റെ എഞ്ചിൻ, ഇതിന്റെ ഓൺബോർഡ് സെൻസേഴ്സ് ഇവയെല്ലാം എല്ലാ രാജ്യങ്ങളും ഷെയർ ചെയ്ത് ചെയ്യണം. അതും പ്രധാനപ്പെട്ട കമ്പനികൾ ആരാണെന്ന് നോക്കിയാൽ UKയുടെ റോൾസ് റോയ്സ്,
ജപ്പാന്റെ IHI കോർപ്പറേഷൻ, അടുത്തത് ഇറ്റലിയുടെ അഗ്ലിയേറോ. ഈ 3 കമ്പനികളുമാണ് ഇതിന്റെ എയർ ഫ്രെയിം, ഇതിന്റെ എഞ്ചിൻ, അതിന്റെ ഓൺബോർഡ് ഇലക്ട്രോണിക്സ് ഇവയെല്ലാം ഷെയർ ചെയ്ത് ചെയ്യുന്നത്. കൂടാതെ ഇത് AI കൺട്രോൾഡ് വിമാനമാണ്. അതായത് 5th ജനറേഷൻ എന്നതിനപ്പുറം 5.5 അല്ലെങ്കിൽ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു വിമാനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുക. AI ഇനേബിൾഡ് ഫീച്ചേഴ്സിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഈ വിമാനം സൃഷ്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ 3 രാജ്യങ്ങളും സാങ്കേതിക വിദ്യയിൽ വളരുന്ന രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വളർന്ന രാജ്യങ്ങളാണെങ്കിലും ഇവർക്ക് ഫണ്ടിങ് എന്നത് ഇതിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇന്ത്യക്ക് ഇവരിപ്പോ ഇങ്ങനെ ഒരു ഓഫർ നൽകി. ഇന്ത്യക്ക് ഡയറക്റ്റ് ഇവർ നൽകിയില്ലെങ്കിൽ കൂടിയും ജപ്പാൻ ബേസ്ഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് മീഡിയാസ് എല്ലാം ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഓഫർ നൽകാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഇവർ ഈ ഒരു ഓഫർ നൽകുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് സത്യത്തിൽ ഒരു വിജയമായി മാറുമോ, അല്ലെങ്കിൽ ഇവർ വിരിക്കുന്ന ഒരു കെണിയാണോ ഇതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും വിശകലനം ചെയ്യണം. ഇതിനു മുൻപ് ഈ പ്രോജക്റ്റിൽ ഇവർ സൗദി അറേബ്യയെ പാർട്ട്ണറായി ചേർക്കാനുള്ള ചില ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ സൗദി അറേബ്യയെ ഈ ടെക്നോളജികളിൽ കൊണ്ടുവരുന്നത് ജപ്പാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം സൗദിയുടെ പക്കൽ നൽകുന്ന ടെക്നോളജി ഒരു പക്ഷെ അവർ ദുരുപയോഗം ചെയ്തേക്കാം. ഞങ്ങളുടെ ജപ്പാന്റെ എഞ്ചിൻ സാങ്കേതിക വിദ്യ സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് അവർ നേരിട്ട് തന്നെ പല സ്ഥലങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് നൽകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയാൽ നേരിട്ട് ജപ്പാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഇവിടെ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യക്ക് ഈ ഒരു ഡീൽ നൽകുകയാണെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫറും ചെയ്യണം. ടെക്നോളജി ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചില സാങ്കേതിക വിദ്യ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഇതിനകം ഇന്ത്യക്ക് ഇതിലൊരു മുൻപരിചയമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഇതിനകം തന്നെ ഇന്ത്യ AMCAക്ക് വേണ്ടി ഒരു പെർട്ടിക്കുലർ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് ജെറ്റ് പ്രോഗ്രാമിനുള്ളിലേക്ക് ഇന്ത്യയെ വിളിക്കുകയാണെന്നും പറഞ്ഞ് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് നമ്മുടെ പക്കൽ നിന്നും വീണ്ടും എക്സസ് ആയ ഫണ്ട് ചോദിക്കും. ഇപ്പോൾ ഒരു 50 മില്യൺ എസ്റ്റിമേഷനിൽ ഇവർ ഈ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പക്കൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഷെയർ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ അടുത്തുള്ള ക്രൈറ്റീരിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ AMCA പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. റഷ്യയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലും നമ്മളുണ്ട്. 2018 നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതുകൂടാതെ റഷ്യയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രോജക്റ്റിലും നമ്മൾ ഉണ്ടായിരുന്നു. 2018 നമ്മൾ ഇതിൽ നിന്നും പുറത്തേക്ക് വന്നതെങ്കിൽ കൂടിയും അതിന്റെ ഡിസൈൻ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അതുമാത്രമല്ല, റഷ്യയുടെ സ്റ്റെൽത്ത് ടെക്നോളജി എത്രത്തോളം വർക്കാകുമെന്നുള്ള ഒരു അനുഭവവും നമുക്കുണ്ട്. ഇന്ത്യയെ പോലുള്ള ഒരു പാർട്ട്ണറെ അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ടെക്നോളജിയും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. റഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ ഹാർഡ്വെയർസ് എന്നത് മറ്റേതൊരു രാജ്യത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. വെല്ലുവിളിക്കാനേ സാധിക്കില്ല. ഇന്ത്യ AMCA പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് അവർ ആ വിമാനത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും നടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടുപോയി ഈ പ്രോജക്റ്റിൽ ഇട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പേപ്പറിൽ നിന്ന് പ്രോഡക്റ്റായി മാറുമെന്നുള്ളത് ഇവരുടെ അചഞ്ചലമായ ഒരു വിശ്വാസമാണ്. കൂടാതെ ഇന്ത്യക്ക് നിലവിലുള്ള ഈ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് എല്ലാം ഇവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ജപ്പാനെ സംബന്ധിച്ച് ക്വാഡിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ്. ഇന്ത്യയും ഒരു മെമ്പറാണ്, ജപ്പാനും ഈ ക്വാഡിലെ ഒരു മെമ്പറാണ്. അതുപോലെ പാകിസ്ഥാന് J-35 എന്ന വിമാനം എത്രയും പെട്ടെന്ന് ചൈന നൽകും. അമേരിക്ക ഒരു ഭാഗത്ത് അവരുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളും എടുക്കുന്നുണ്ട്. എങ്കിലും റഷ്യ അവരുടെ വിമാനങ്ങൾ വിൽക്കാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുള്ള, അതും ഇത്രത്തോളം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉള്ള ഒരു രാജ്യത്തെ നമ്മെ കൊണ്ട് പിന്നീട് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ ബേസിക്കലി നോക്കിയാൽ ഇവർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഓഫർ അല്ല, ഇത് നമുക്ക് വേണ്ടി വിരിച്ചിരിക്കുന്ന ഒരു വലയാണ്. ഇതിൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്നൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതൊരു പക്ഷേ നമ്മൾ ആ ഡീൽ സൈൻ ചെയ്യപ്പെട്ടാലും 100% ടെക്നോളജി ട്രാൻസ്ഫർ തീർച്ചയായും അവിടെ സംഭവിക്കില്ല. അതിന് ജപ്പാൻ ഒരു കാരണമല്ല. കാരണം ജപ്പാനെ സംബന്ധിച്ച് റഷ്യയുമായി നമുക്കുള്ള ഒരു ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ് അവർക്ക് ചെറിയൊരു സമ്മർദ്ദമാണ്. ഇതിനുവേണ്ടി ചില പ്രശ്നങ്ങൾ അവർ ചെയ്തേക്കാം. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഗെയിം പ്ലെയർ ആരാണെന്ന് അറിയണ്ടേ? അത് UK ആണ്. നമ്മൾ ഈ ഡീലിലേക്ക് പോവുകയാണെങ്കിൽ UK തീർച്ചയായും ഈ പ്രോജക്റ്റിൽ നമ്മെ ചേർക്കുകയില്ല. നമ്മെ ഒരു ബയ്യറാക്കി മാറ്റാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ. ഈ ഡീൽ നമ്മെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും ഏതെങ്കിലും 1-2 ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ട് ബൾക്കായി നമ്മുടെ പക്കൽ നിന്നും ഒരു വലിയ എമൗണ്ട് അവർ വാങ്ങുകയും 100-ലധികം വിമാനങ്ങൾ നമ്മെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ശ്രമം മാത്രമായിരിക്കും ഇത്. ഈ പ്രോജക്റ്റിനുള്ളിൽ ഇന്ത്യ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരിക്കലും ഒരു പാർട്ട്ണർ ആയിരിക്കില്ല. നമ്മുടെ പക്കൽ ആ വിമാനങ്ങൾ വിൽക്കാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും അവർ എടുക്കുക. അടുത്ത് നോക്കിയാൽ
UK-ക്കും റഷ്യയ്ക്കും എന്തായാലും ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടുപേരും ഒരിക്കലും ചേരില്ല. അപ്പോൾ അവരുടെ ഈ ക്രിട്ടിക്കൽ എലമെന്റ് എൻജിൻ ടെക്നോളജി, ഈ ടെക്നോളജി ട്രാൻസ്ഫർ വഴി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നും റഷ്യയിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ പണത്തിന് വേണ്ടിയാണ് ഇന്ത്യയെ ചേർക്കുന്നതെങ്കിലും പ്രാക്ടിക്കലി ഇന്ത്യക്ക് ഇത് കാരണം നല്ല കാര്യം സംഭവിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇത്രത്തോളമൊക്കെ ചെയ്യാൻ ഇന്ത്യക്ക് അത്രയും ശത്രുക്കൾ ഉണ്ടോ എന്ന് നോക്കിയാൽ പണം ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവരുടെ പക്കൽ ഫണ്ടിങ് വളരെ ഷോർട്ടേജ് ആണ്. UK-യുടെ അവസ്ഥ എന്നത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്കുള്ള പ്രഷറും അധികമാകുന്നുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക NGAT പ്രോഗ്രാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. 6th ജനറേഷൻ എയർക്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ വരും. 2030 ഞങ്ങളുടെ വിമാനങ്ങൾ എയർ സ്പേസിൽ പറക്കുന്നത് നിങ്ങൾ കാണും എന്നൊക്കെ അവർ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ചൈന അവരുടെ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ആകാശത്തിൽ പറപ്പിച്ച് തന്നെ കാണിച്ചു തന്നു. റഷ്യയ്ക്കും ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഈ 6th ജനറേഷന്റെ. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇടയിൽ ഇവരിങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ എന്തിന് വെറുതെ കഷ്ടപ്പെടണം, എന്റെ കൂടെ ചേർന്ന് നിങ്ങളും കഷ്ടപ്പെടണം എന്ന ഒരു രീതിയിലാണ് ഇന്ത്യക്ക് നേരെ അവർ ഈ ഓഫർ വെച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ AMCയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന പ്രോജക്റ്റിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രോജക്റ്റ് ഒക്കെ ഒരല്പം ഡിലേ ആയാൽ പോലും നമുക്കുള്ള പ്രോഡക്റ്റ് തീർച്ചയായും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ ഓഫറൊക്കെ നമ്മൾ കേട്ട് അവർക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമേ ഇല്ല. ഇന്ത്യ ഇത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും ഈ രാജ്യം ഓഫർ നൽകുന്നുണ്ട്, ആ രാജ്യം ഓഫർ നൽകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന് പുറകെ പോവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തി നിൽക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഈ GCAP പ്രോജക്റ്റ് എന്നത് ഇന്ത്യക്കായിട്ടുള്ള ഒരു ജാക്ക്പോട്ട് ഒന്നും അല്ല. നമുക്ക് വേണ്ടി അവർ ആസൂത്രണം ചെയ്തു വിരിക്കുന്ന ഒരു വലയാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യ അതിൽ അകപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അകപ്പെടില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ഈ പ്രോജക്റ്റിൽ ഇന്ത്യ ചേരുന്നതാണ് ഇന്ത്യക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള കാരണം സഹിതം കമന്റിൽ പറയുക. തീർച്ചയായും മറ്റുള്ളവരും അതറിയും. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി ഈ വോയിസ് ഓഫ് വിക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.